വാട്സ്ആപ്പ് ക്യൂരിയസ് പീപ്പിൾ, എല്ലാവർക്കും തന്നെ. സോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബർ ആണോ എന്ന് എല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ ചെറുതായിട്ടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു പേരെന്നാ ചാനലിൻ്റെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ബൈ അനഘ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ബൈ അനഘ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ, ടേൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി, ബൈ അനഘ വെരി നാച്ചുറൽ. ഓക്കെ, പക്ഷെ ഞാനത് പറഞ്ഞിട്ട് കേട്ടാക്കത് മനസ്സിലാവാതെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യുനോ, ഞാൻ അത് അവരോട് പറഞ്ഞു, അത് ഞാൻ അടുത്ത് നിന്ന് ആളോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളിത് തപ്പേലി കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിവാവാണ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ചാനലിൻ്റെ പേര് മാറ്റണം. അത് തിരിച്ച് ക്യാൻറ്റയിൽ വന്ന വരെ എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തപ്പി ആലോചിച്ചപ്പം ഞാനൊരു നീഷ് റിലേറ്റഡ് കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഞാൻ ഒരു ഇപ്പം എന്താ കാനഡയോ അല്ലെങ്കിൽ ട്രക്കിങ്ങോ തല മൊട്ടയടിച്ചതോ ഇതൊന്നും അല്ല എൻ്റെ കാര്യങ്ങൾ. എനിക്ക് പലതും സംഭവിക്കും. ചിലപ്പോൾ ഇന്ന് നാളെ ഞാൻ തീരുമാനിക്കും ഞാൻ പോവാണ് ഉഗാണ്ടയ്ക്ക്, നാളത്തെ ഞാൻ തീരുമാനിക്കണം ഞാൻ പോവാണ് തായ്ലാൻഡിൽ നിന്ന്. ചിലപ്പോൾ ഞാൻ ഇന്ന് തീരുമാനിക്കും ഇന്നിരുന്ന് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ മട്ടൻ തിന്നുമെന്ന് ഞാൻ തീരുമാനിക്കും. മട്ടൻ തിന്നാന്ന് ആൾക്കാർ ഇതാണെന്നല്ല, ഞാൻ മട്ടൻ തിന്നത്തില്ല. അപ്പം ഇന്ന് ഞാൻ തീരുമാനിക്കണം മട്ടൻ തിന്നാന്ന്. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളൊക്കെ ആവാം എൻ്റെ ഒരു റീസൺ. എൻ്റെ വീഡിയോയുടെ കണ്ടന്റും അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഒരിക്കലും എനിക്കൊരു നീഷ് റിലേറ്റഡ് ആയിട്ട് നെയിം ഇടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ അനദർ തിങ്സ്. വാട്ട് ആർ ദ കോമൺ ഗ്രൗണ്ട്സ് ഓഫ് മൈ വീഡിയോസ്? Then I understood that it's all based on a curiosity which I have towards that particular thing. Even if it's about a travel, even if it's about a food, even if it's about a certain activity or car, things, anything, it's all about a curiosity which I have been driven to it. And finally I got the name, but not the full name again, Caius. So Curious Caius, yeah, we can say that. So I got the first name. I want the first word to be curious. So then I am looking for Curious Ammu, Curious Anagha, Curious Capricorn, Curious bird, Curious Bonda, and vagara, different things I am thinking, okay? But nothing is working out to me because whatever I am liking when I am going to the YouTube and I am searching it, there is already a channel with the same name. And successfully I couldn't find a name to my channel. Then I was like, he is spiraling with my ChatGPT every single day, like asking them, give me something exciting, something natural, something easy. Even if we come to a terms of one word, then that word is not easy for people to pronounce, or it's not easy for people to understand. Then I am keep looking for it. So I have the first letter Curious. Do you guys have any idea? Everybody please chip in if you guys have an idea about this channel. You guys think like I should be using something else, or you think something would be matching with the Curious word. I would really appreciate your chipping in, because ChatGPT എന്നെ കൊണ്ട് തോറ്റ് പഠിക്കുന്നു ഗൈസ്. എന്നോട് പറഞ്ഞു മൊത്തം 3-4 ദിവസമായി മോളെ നീ ഇതിനെ പറ്റി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു, വട്ടം കറങ്ങി നമ്മൾ ഒന്നിനും എത്തത്തില്ല എന്ന് ChatGPT എന്നെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിക്കൂടാ. സോ നൈറ്റി, ഇത് ഞാൻ ഈ വീട്ടിലിരുന്ന നൈറ്റിയിൽ ഈ കാറിലിരുന്ന് ഞാൻ വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയേക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കമന്റ് ചെയ്യേണ്ടതാണ്. പ്ലീസ് ഗിവ് മീ സം ഐഡിയാസ് ടു നെയിം ദിസ് ഓൺ വെരി ചാനൽ. ഓക്കെ, ബൈ ബൈ.